നമസ്കാരം. നമ്മുടെ നാടിന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പക്ഷേ പലപ്പോഴും ശബരിമല യുവതീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് നിലവിളിച്ച പല ഫെമിനിസ്റ്റുകളും സ്ത്രീക്ക് എന്തിന് സൗജന്യ യാത്ര, അതിന് എന്ത് പോരായ്മയാണ് സ്ത്രീക്കുള്ളത് എന്ന് ചോദിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പ്രകൃതിക്ക് രണ്ട് ഭാവങ്ങളേ ഉള്ളൂ, ഒന്ന് പുരുഷൻ, ഒന്ന് സ്ത്രീ. സ്ത്രീയില്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയില്ല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. സ്ത്രീയെ മതങ്ങൾ കാണുന്നത് പുരുഷന്റെ കൃഷിസ്ഥലമായിട്ടും അതുപോലെ അടിമയായിട്ടും അവൾക്ക് പ്രത്യേക വസ്ത്രവും എല്ലാം നിശ്ചയിച്ചിട്ട് മതങ്ങൾ കാണുന്നു. മറിച്ച് ഭാരതം സനാതന ധർമ്മം പിറന്ന നാടാണ്. ഇവിടെ അമ്മയായിട്ട്, ആദി പരാശക്തിയായിട്ട്, ദുർഗയായിട്ട്, ലക്ഷ്മിയായിട്ട്, സരസ്വതിയായിട്ടെല്ലാം സ്ത്രീയെ കാണുന്ന നാടാണിത്. ഈ മണ്ണിന്റെ രാഷ്ട്രപതി സ്ത്രീയാണ്. പ്രതിഭ പാട്ടീൽ എന്ന ഹിന്ദു സ്ത്രീ പഴയ രാഷ്ട്രപതിയായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയായിരുന്നു. ഭാരതത്തിലെ സ്ത്രീകൾക്ക് രാഷ്ട്രപതിയാകാം, പ്രധാനമന്ത്രിയാകാം, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം. എവിടെയെല്ലാം പുരുഷന് ഉയർന്നു ചെല്ലുവാൻ കഴിയുമോ അവിടെയെല്ലാം സ്ത്രീക്കും അതിൻ്റെ അവസരങ്ങളുണ്ട്. പിന്നീട് എന്തിനാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ബസ് യാത്ര? ഏത് സ്ത്രീകളാണ് ആ യാത്രാ പരിധിയിൽ വരുന്നത്? ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇന്ന് വികലാംഗരായിട്ടുള്ള ആളുകൾ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സർവാംഗരായിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ 1 ലക്ഷം രൂപ മന്ത്ലി ശമ്പളം വാങ്ങുന്ന ഒരു പ്രൊഫസർക്ക് സ്ത്രീയായിപ്പോയി എന്ന കാരണം കൊണ്ട് എന്തിനാണ് ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുന്നത്? ഇത് സ്ത്രീയുടെ അന്തസ്സിനെ കെടുത്തുന്നതല്ലേ? ഇത്തരം കാര്യങ്ങളാണോ സത്യത്തിൽ ഒരു ഭാവാത്മകമായ ഭരണകൂടം മുന്നോട്ട് വയ്ക്കേണ്ടത്? വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്ത് നാട് നശിച്ചു പോകുന്ന കാര്യം നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. KSRTC ഡെയിലി 1 കോടി രൂപയോളം നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയാണ്. കെടുകാര്യസ്ഥതയും മന്ത്രിമാരുടെ ദീർഘവീക്ഷണമില്ലായ്മയും എല്ലാം ചേരുമ്പോൾ, അതിൽ CITUക്കാരൻ്റെ തൊഴിലാളി സംഘടനയും എല്ലാം ചേരുമ്പോൾ അത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അവിടെയാണ് വീണ്ടും യാത്രക്കാരിൽ പകുതിയിലേറെ എപ്പോഴും സ്ത്രീകളായിരിക്കും അവർക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത്. 5 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ ഭരണം പുതിയ ഒരു മന്ത്രിസഭയെ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സൗജന്യമായിട്ട് പലതും തരും എന്ന് പറയുന്നതിന് പകരം ഞങ്ങളുടെ നാടിൻ്റെ കടം കുറച്ചു കൊണ്ടുവരും. അതായത് കടക്കെണിയിൽ പെട്ടുപോകുന്ന കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഈ വാർത്ത പൊതുവെ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്. അപ്പം കടം വിഴുങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരിക്കലും സ്വൈര്യം ഉണ്ടാവില്ല. 3.5 കോടി ജനങ്ങളെ 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ തള്ളിയിട്ടാണ് 10 വർഷം കൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭ അവസാനിപ്പിച്ചത്. 102 സീറ്റുമായിട്ട് പുതിയ ഭരണകൂടം നിലവിൽ വന്നു. അവരെങ്ങനെയാണ് ഭരിക്കുക? KSRTC ഏൽപ്പിച്ച മന്ത്രിയുടെ മറുപടി വളരെ രസകരമാണ്. ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുവാൻ പലപ്പോഴും മന്ത്രിമാർക്ക് കഴിയുന്നുമില്ല. സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട്, പുരുഷന്മാർക്കും പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് പരിശോധിക്കാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ചോദിക്കണം, എന്തിനാണ് ഞങ്ങൾക്ക് 10 രൂപ സൗജന്യമായിട്ട് നൽകുന്നത്? ഒരു സ്റ്റോപ്പിൽ നിന്നും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുവാൻ ഞങ്ങൾക്ക് മാത്രം സൗജന്യം നൽകുമ്പോൾ ഞങ്ങളെ നിങ്ങൾ അബലയും ചബലയുമായിട്ടാണോ കണക്കാക്കുന്നത്? പുരുഷനൊപ്പമല്ലേ സ്ത്രീയുടെ സ്ഥാനം? ഈ ചോദ്യങ്ങൾ നിർഭാഗ്യവശാൽ കേരളത്തിലെ സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. നമുക്ക് സ്ത്രീയായിപ്പോയി എന്നത് ഒന്നിൻ്റെയും പരിമിതിയായിട്ട് ഭാരതം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയാകുവാനും പ്രധാനമന്ത്രിയാകുവാനും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകുവാനും സ്ത്രീകൾക്ക് കഴിയുന്ന നാട്ടിൽ സ്ത്രീകളെ വില കുറച്ച് കാണുന്ന ഇത്തരം വാഗ്ദാനങ്ങളിൽ സ്ത്രീത്വം കുടുങ്ങിപ്പോകരുത് എന്നറിയുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.